നിങ്ങളെ ആത്മഹത്യ അല്ലാണ്ട് വേറൊരു ഓപ്ഷനും മുമ്പിലില്ലാത്ത ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളുടെ കഥകൾ കേൾക്കാറുണ്ടോ? ഞാൻ കേൾക്കാറുണ്ട് ഇടയ്ക്ക്. കാരണം എൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നായിട്ട് എല്ലാവർക്കും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരുപാട് കോളുകൾ, ഈ ഒരു രീതിയിലുള്ള കോളുകൾ എനിക്ക് കിട്ടാറുണ്ട്. സോ ഞാൻ കുറച്ച് ഇൻസിഡൻസ് അതിലുള്ളത് പറഞ്ഞുതരാം. സോ ഇപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് വന്നിട്ടുള്ളൊരു കോൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഏകദേശം 1.5 CR അദ്ദേഹത്തിൻ്റെതല്ലാത്ത പൈസ, അതായത് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി, ഓവർ കോൺഫിഡൻസ് വന്നു, അതിനുശേഷം ബാക്കിയുള്ളവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് അദ്ദേഹം ട്രേഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഏകദേശം 1.5 CR ലോസ് ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഏതോ ഒരു പോയിന്റിൽ, ഏതോ കോയമ്പത്തൂരോ ചെന്നൈ എവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെയാണ് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു റിയാലിറ്റി എന്താണെന്ന് പറയുക, ബ്രൂട്ടൽ റിയാലിറ്റി. എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി സത്യമായിട്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ്, സാറേ എനിക്കൊരു മോളുണ്ടായിട്ടുണ്ട്, മോളോർ മോൻ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല, എനിക്കൊരു മോൾ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയെ കാണാൻ പോലും എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. സാർ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനോട്ടോ എന്നാണ്. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വേറൊരാൾ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു കാലിക്കറ്റോ കാസർഗോഡ് ആ ഒരു ഏരിയ എന്നുള്ളതാണ്. അതും ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു 1.2 CR ലോസ് ഉണ്ടാക്കി വെച്ചിട്ട്, അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസ്. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്? പറഞ്ഞു പ്രോഫിറ്റ് വരാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി വലിയ പ്രോഫിറ്റ് വരട്ടെ എന്നുള്ള ചിന്തയിൽ ഞാൻ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അത് ലോസ് ഉണ്ടായി തുടങ്ങി. ആളുകൾ വീട്ടിൽ തിരഞ്ഞു വരുന്നൊരു സമയം വന്നപ്പം എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹവുമുള്ള തമിഴ്നാട് ആ ഒരു ഏരിയയിൽ അവിടെ തന്നെയാണ്. അദ്ദേഹവും ഏകദേശം 1.2 CR ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 6 മാസമായിട്ട് മോളെ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. സാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തിനൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 കോടി രൂപയോളം ട്രേഡിങ്ങിൽ പെട്ട് കിടക്കുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ IoT ഫാമിലി ഗ്രൂപ്പിൽ എന്തായാലും അയച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 CR ഫോറക്സ് ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ പെട്ട് കിടക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. ഹസ്ബൻഡ് അയച്ചു കൊടുക്കുന്ന പൈസ, പുറത്ത് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് അയച്ചു കൊടുക്കുന്ന പൈസ ഹസ്ബൻഡിനോട് പറയാണ്ട് ട്രേഡിങ്ങിലേക്ക് ഇറക്കിയിട്ട് ആ പൈസ കംപ്ലീറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ സേവിങ്സ് ആണ്, ആ സേവിങ്സ് മൊത്തവും കളഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാണ്ട് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഹൗസ് വൈഫിൻ്റെ അവസ്ഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും ഒക്കെ തീർത്തു. അതിനുശേഷം അതിൻ്റെ പുറത്ത് ലോൺ എടുത്തു. ഇപ്പോൾ EMI ഉണ്ട്. ആൻഡ് ഹസ്ബൻഡ് അറിയുന്നതിന് മുമ്പ് ഈ ഒരു കാശ് തിരിച്ചു വെക്കണം. ആ ഒരു അവസ്ഥയിൽ പോകുന്ന ലേഡീസിൻ്റെ ഒരുപാട് കോളുകൾ, ഇങ്ങനെയുള്ള കോളുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. സോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, അതല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ, ഇതുവരെ ആരും പറയാത്ത ബ്രൂട്ടൽ റിയാലിറ്റിയാണ് ട്രേഡേഴ്സിൻ്റെ. നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ പെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന പെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെറിയ ചെറിയ ലോസുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് നിന്ന് എടുക്കുന്ന പെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു അവസ്ഥയിൽ പോകുന്ന ആളുകളുടെ എന്തായിരിക്കും അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം മക്കളെ കാണാൻ പറ്റാതെ, സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാതെ, കടക്കാർ വീട്ടിലേക്ക് കയറി വരുമെന്നുള്ള പേടിയിൽ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് റിയാലിറ്റി ഓഫ് ട്രേഡിങ് എന്ന് പറയുന്നത്. ട്രേഡേഴ്സിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആരും പുറത്ത് പറയാത്ത റിയാലിറ്റിയാണ് ഈ സംഗതി. ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളടുത്ത് എല്ലായിടത്തും ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തു. ബട്ട് അതിനകത്ത് ഞാൻ ഏതൊക്കെ പോസ്റ്റാണോ, ഏതൊക്കെ ടോപ്പിക്കാണോ ഞാൻ അത് ആഡ് ചെയ്തിട്ടുള്ളത്, അതെല്ലാം തന്നെ ടിക്ക് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഇതിൻ്റെ ബ്രൂട്ടൽ റിയാലിറ്റിയാണ്, ട്രേഡിങ്ങിൻ്റെ ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. സോ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ യൂട്യൂബിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് നിങ്ങൾ കാണുന്നവരിൽ പകുതി പേര് പോലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നാണ് പറയുന്നത്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടക്ക് ഈ ഒരു വീഡിയോനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിലേക്ക് നാളെ മുതൽ തന്നെ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്.
എല്ലാ ദിവസവും ഞാൻ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ഗൈഡൻസ് തരാനായിട്ട് ശ്രമിക്കാറുണ്ട്. മാർക്കറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരാറുണ്ട്. എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ഓവർ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന പോയിൻ്റ് എന്താണ്, അതല്ലെന്നെങ്കിൽ മാർക്കറ്റിൽ ഞാൻ അന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ആക്യുറേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 80% ആക്യുറസിയിൽ ഞാൻ എല്ലാ ദിവസവും നമുക്ക് അവിടെ പറഞ്ഞു തരാറുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഇൻറ്റൻഷനലി ഒരു പോൾ കൂടി ഇടാറുണ്ട്. ആ പോളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ബിഗ് ലോസ് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്, ഓവർ ട്രേഡിംഗ് ആണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, ഗ്രീഡായിരുന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്തതാണോ എന്നുള്ള കാരണങ്ങളെല്ലാം തന്നെ ഞാൻ വോളറ്റൈലിറ്റി കൊണ്ടാണോ, അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് മാറി മറിച്ച് ഞാൻ അവിടെ പോൾ ഇടാറുണ്ട്. സോ ഈ ഒരു പോളിൽ ഞാൻ ഇടുന്ന അതേ സംഗതികളാണ് ഇന്ന് ടെലഗ്രാമിൽ ഞാൻ പോളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതിനകത്ത് 2-3 പോയിൻ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റിലേക്ക് പോയിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് പോയിൻ്റായിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ല എന്നുള്ളതാണ്. സോ ആക്ച്വലി നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങൾ നിൽക്കുന്നത് മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് റിയാലിറ്റി. ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി അല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രേഡിങ് നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണം, വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രൂവൺ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജികൾ 1 അല്ല 10 എണ്ണം നമ്മുടെ ഫ്രീ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേ ഒരു സെറ്റപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ നിങ്ങൾക്ക് ലെവൽസ് പറഞ്ഞു തരാറുണ്ട്. ഇഫ് നിങ്ങളുടെ കയ്യിലൊരു സെറ്റപ്പ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണം എന്നാണോ നിങ്ങൾ പറയുന്നത്? സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡേഴ്സിനും 50% എബോ വിൻ റേഷ്യോ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അതായത് അവൻ എടുക്കുന്ന ട്രേഡുകളിൽ 50+% ട്രേഡുകൾ ലോസിലായിരിക്കും. പിന്നെ എങ്ങനെ അവരത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അവർക്ക് ഈ ഒരു 50% ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്കറിയാം ഒരു 70-75% നമുക്ക് എന്തുണ്ട്, ഞാൻ പറഞ്ഞ ലെവൽസ് വർക്ക് ആവാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനകത്ത് 75% ട്രേഡുകൾ പ്രോഫിറ്റ് ആവും എന്നാണോ ഞാൻ പറഞ്ഞതിനർത്ഥം? ആവില്ല. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഓപ്ഷൻസിലാണ്. ഓപ്ഷൻസിലേക്ക് വരുമ്പം വോളറ്റൈലിറ്റി കാരണമോ അല്ലെങ്കിൽ പ്രീമിയം DK കാരണമോ പല കാരണത്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ബാഡ് ഡിസിഷൻ്റെ പേരിലോ ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ വന്നേക്കാം. ബട്ട് എന്നാൽ പോലും 50% ആക്യുറസി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. സോ സ്ട്രാറ്റജി എന്നുള്ള പോയിന്റിൽ നിങ്ങൾ നോക്കുമ്പം, സ്ട്രാറ്റജി തപ്പി നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് തിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. എനിക്ക് സ്ട്രാറ്റജി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി ഫുള്ളായിട്ട് വിന്നിങ് മാത്രം തരുന്ന ഒരു സ്ട്രാറ്റജിയാണോ നിങ്ങൾ തപ്പി നടക്കുന്നത്? ഇനി അതല്ല, സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു തരുന്ന ലെവൽസിൽ നിങ്ങൾക്ക് എന്തായാലും 50% എബോ നിങ്ങൾക്ക് ട്രേഡുകൾ കിട്ടുമെന്നേ. ഞാനല്ലാന്നുണ്ടെങ്കിൽ ആരോ ആവട്ടെ, XYZ ആരോ ആവട്ടെ, അതിനകത്ത് നിങ്ങൾക്ക് ട്രേഡുകൾ കിട്ടും. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? ഇപ്പം ഞാൻ 110% കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന ലെവൽസ് വെച്ചിട്ട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അതായത് അവർ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന ലെവൽസിനെ ഓട്ടോമേറ്റഡ് ആക്കിയേക്കുന്നു. ഓരോ ദിവസവും ഞാൻ ഈ പറയുന്ന ലെവൽസ് എന്താണോ എന്നുള്ളത് ചാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കും. ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് എത്തുമ്പം ഓട്ടോമാറ്റിക്കലി ട്രേഡ് ആക്റ്റീവ് ആവും. അതിൻ്റെ താഴത്തേക്ക് എത്തുമ്പം ഓട്ടോമാറ്റിക്കലി ട്രേഡ് എക്സിറ്റ് ആവും. ഈ ഒരു രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഞാനൊരു ചുമ്മാ തള്ളാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമല്ല. സോ നമ്മൾക്ക് ട്രേഡ് ചെയ്യാനായിട്ടും വിജയിക്കാനായിട്ടും നമ്മൾക്ക് XYZ എന്തെങ്കിലും ഒരു സെറ്റപ്പ് മതി. ലെറ്റ്സ് അസ്യൂം നിങ്ങളുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 20 EMA, അതല്ലാന്നുണ്ടെങ്കിൽ CPRൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ഞാൻ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ RSI വെച്ചിട്ട് 2-3 സ്ട്രാറ്റജികൾ ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഏതിനകത്താണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ എവിടെയാണ് ഒരു സ്ട്രാറ്റജിയുടെ പ്രശ്നം വരുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജിയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം നമ്പറിലേക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എല്ലാവരുടെ മെസ്സേജും നോക്കും, ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്ത് തരാം. സോ സ്ട്രാറ്റജി അല്ല അവിടെ പ്രശ്നം. സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പ്രോഫിറ്റബിൾ ആവില്ല.
സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ കോടീശ്വരനും ആവില്ല. ഏറ്റവും വലിയ പ്രശ്നം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. സോ ഇന്നത്തെ പോളിലെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദിവസവും സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരർത്ഥം കൂടി വരുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാതാവുന്നു എന്നുള്ളതല്ലേ അതിനർത്ഥം. ഇപ്പോൾ എൻ്റെ ഫോറക്സ് കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിൽ മെമ്പറായിട്ടുള്ള ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെ ഫോറക്സ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിനകത്ത് മെമ്പറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് ഞാൻ ട്രേഡ് കൊടുക്കാറുണ്ട്, അതിനകത്ത് SL വരാറുണ്ട്. ബട്ട് അതിനർത്ഥം പിറ്റത്തെ ദിവസം ഞാൻ ആ സെറ്റപ്പിനെ മാറ്റുക എന്നാണോ? കണ്ടിന്യൂസ് ആയിട്ട് ലോസിങ് സ്ട്രീക്ക് വന്നിട്ടുള്ള പോയിന്റുകൾ സമയങ്ങൾ അവിടെയുണ്ട്. ബട്ട് അവിടെയും ഞാൻ എൻ്റെ സെറ്റപ്പിനെ മാറ്റിയിട്ടില്ല. കാരണം എന്താ? എനിക്ക് എന്നെ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ സെറ്റപ്പിൽ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ ഹാർഡ് വർക്കിൽ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ സ്റ്റഡിയിൽ വിശ്വാസമുണ്ട്. എന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒരു പട്ടിയും വിശ്വസിക്കില്ല. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഒരു പട്ടിയും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. സോ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ സെറ്റപ്പിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സെറ്റപ്പിന് 50+% ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ വർക്ക് ഫോർ യു. വരും ദിവസങ്ങളിൽ 50+% ആക്യുറസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 50+ ആക്യുറസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ അപ്പുറത്തൊരു 50 കിടക്കുന്നുണ്ട്, അത് പോവാനുള്ളതാണ്. സോ ആ 50 ലോസിങ് സ്ട്രീക്കാണ്. ആ ലോസിങ് സ്ട്രീക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നുള്ളതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള ആൻസർ. സോ ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ സെറ്റപ്പ് എന്താണോ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഫോർവേഡ് ട്രേഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. അതെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പം എവിടെയാണോ എൻട്രി വന്നിട്ടുള്ള ആ ആക്യുറേറ്റ് പോയിൻറ്റിനെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്, അല്ലേ? എൻട്രി വന്നിട്ടുള്ളത് 11 മണിക്കാണെന്നുണ്ടെങ്കിൽ ആ 11 മണിയുടെ ആക്യുറേറ്റ് പോയിൻറ്റിനെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. ബട്ട് റിയൽ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പം, റിയൽ ചാർട്ടിലേക്ക് പോകുമ്പം, റിയൽ ട്രേഡിങ്ങിലേക്ക് പോകുമ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് കൈവറക്കാൻ തുടങ്ങും, അല്ലേ? ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വരയില്ല. 11 മണിക്കാണ് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 11 മണിക്ക് ഞാൻ ട്രേഡിനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഒരു 20 പോയിൻറ്റ് 25 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, അവിടുന്ന് ഇത്ര പോയിൻറ്റ് ടാർഗറ്റ് ഞാൻ ഡീസൻ്റായിട്ട് നല്ല കുട്ടിയായിട്ട് മാർക്ക് ചെയ്തിട്ട് പോയി. ബട്ട് പിറ്റേന്ന് നേരം വെളുത്ത് ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 9:15 ഫസ്റ്റ് ടിക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടത് ശ്വാസം രണ്ടാമത് മതി, ചായ രണ്ടാമത് മതി, പച്ചവെള്ളം രണ്ടാമത് മതി. എനിക്ക് ആദ്യം വേണ്ടത് ട്രേഡാണ്. ട്രേഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിറച്ച് വീഴുന്ന അവസ്ഥയാണ് 9:15 കഴിഞ്ഞാൽ. ആ പോയിന്റിൽ ഞാൻ എന്ത് ചിന്തിക്കാറില്ല, എൻ്റെ സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ട്രേഡ് 12 മണിക്കായിരുന്നു, അല്ലെങ്കിൽ 2 മണിക്കായിരുന്നു, 2:30 മണിക്കായിരുന്നു, അല്ലെങ്കിൽ 10 മണിക്കായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കില്ല. ആ സമയത്ത് എനിക്ക് വേണ്ടത് എൻ്റെ ട്രേഡാണ്. എന്നിട്ട് ആ ട്രേഡ് ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ? സ്ട്രാറ്റജി മാറ്റും. ഇനി അതല്ല, ആ ഒരു സെറ്റപ്പിൽ ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ആ സെറ്റപ്പിൽ ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ സെറ്റപ്പിൽ ട്രേഡ് എങ്ങാനും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കില്ല. അതുവരെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പം ഇതേ ഒരു സെറ്റപ്പിൽ 30 ട്രേഡ് 40 ട്രേഡ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ 100 നമ്പർ ഓഫ് ട്രേഡ്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 100 ട്രേഡ് വന്നപ്പോൾ അതിനകത്ത് 30 ട്രേഡ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബട്ട് ഫസ്റ്റ് ട്രേഡ് SL വന്നപ്പോൾ എന്തായി? നിങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു. രണ്ടാമത്തെ ട്രേഡ് അഗെയിൻ SL വരികയാണെന്നുണ്ടെങ്കിൽ വിശ്വാസം പോയി. മൂന്നാമത്തതുകൂടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഇത് എന്ത് ക്രാപ്പായത്, ഇത് എനിക്ക് വേണ്ടി വർക്ക് ആവില്ല. എന്നിട്ട് നിങ്ങൾ വീണ്ടും പിറ്റത്തെ ദിവസം എന്ത് ചെയ്യാൻ പോവാണ്? സ്ട്രാറ്റജിനെ മാറ്റാൻ പോവാണ്. പുതിയ സ്ട്രാറ്റജി. ജസ്റ്റ് യൂട്യൂബിൽ ചെന്നുകൊണ്ട് എന്നെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നുള്ള പ്രഡിക്ഷൻ കാണിച്ചു തരും. ഇല്ല, ഞാൻ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ അത് കേട്ടോ. എന്നെ അടിക്കുമ്പോഴേക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി, അതല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ഫോർ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, അതല്ലാന്നുണ്ടെങ്കിൽ അടിക്കുമ്പോഴേക്ക് ന്യൂ സ്ട്രാറ്റജി ഫോർ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, അല്ലേ? ഇത് ബൈ ഡിഫോൾട്ട് യൂട്യൂബ് നമുക്ക് കാണിച്ചു തരാം. കാരണം നമ്മൾ ഇതാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ റിയാലിറ്റി. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പം ഉണ്ടായിരുന്ന ഡ്രോ ഡൗൺ ഫേസ് എന്താണോ അത് റിയൽ മാർക്കറ്റിലും നിങ്ങൾ എടുക്കും. നിങ്ങൾക്കത് കിട്ടും. അത് മേ ബി ആദ്യം വന്നേക്കാം, മേ ബി പകുതിക്ക് വെച്ച് വന്നേക്കാം. നിങ്ങളടുത്ത് ആരും പറഞ്ഞിട്ടില്ല 100 നമ്പർ ഓഫ് ട്രേഡുകളിൽ
60 ട്രേഡ് നിങ്ങളുടെ സക്സസ് ആണ്, 40 ട്രേഡ് നിങ്ങളുടെ ലോസ് ആണ് എന്നുണ്ടെങ്കിൽ 60% ആക്യുറസി ഉണ്ട്. ബട്ട് ഈ 40% ഏറ്റവും അവസാനമേ വരുള്ളൂ, അല്ലെങ്കിൽ ഈ 40% നടുവിലേ വരുള്ളൂ എന്നുള്ളത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ സ്ട്രാറ്റജി എന്ത് തന്നെ പറഞ്ഞാലും 90% വിൻ റേഷ്യോ നിങ്ങൾക്ക് കാണിച്ചു തന്നാലും മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം നമ്മളൊരു 10 പ്രാവശ്യം കോയിൻ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 50-50 ചാൻസ്, അതാണ് നമ്മൾ പറയാറ്. സോ 5 പ്രാവശ്യം ഹെഡ് വരാം, 5 പ്രാവശ്യം ടെയിൽ വരാം. ബട്ട് വാട്ട് ഇഫ് 5 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ് വന്നു, 6ാമത്തെ പ്രാവശ്യം വീണ്ടും നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എത്ര % ആക്യുറസി അവിടെയുള്ളത്, അല്ലെങ്കിൽ എത്ര % പ്രോബബിലിറ്റി അവിടെയുള്ളത്? എഗെയിൻ 50-50 ആണ് അല്ലേ? സോ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് 80%, 90%, 100% ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50% ആണ്. ഇതിൻ്റെ ട്രേഡിങ്ങിൻ്റെ ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. മനസ്സിലായിക്കോളുക. ഇഫ് എ ഓപ്ഷൻ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലായിക്കോളുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ലർ എന്നുള്ള കാറ്റഗറിയിലേക്ക് പോയിക്കോളൂ. കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും. അച്ചടക്കം എന്ന് പറയുന്നത് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സംഗതിയാണ് അവിടെ അച്ചടക്കം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലർ ട്രേഡ് എടുത്തതിന് ശേഷം അടങ്ങിയിരിക്കുന്ന ആളാണ്, ഓപ്ഷൻ ബയ്യർ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് അടങ്ങിയിരിക്കുന്ന ആളാണ്. ഇതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവും. ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവും. പിന്നെ അടുത്തതായിട്ട് സൈക്കോളജി, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പോയിൻ്റ് അതിനടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണെന്നറിയോ? ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ആ കുറച്ച് സ്റ്റോറീസാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോവണോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ട്രേഡിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ബിസിനസ്സാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു ബിസിനസ്സിലും ഇതിലും കൂടുതൽ ലോസ് വരാൻ പറ്റുന്നൊരു ബിസിനസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ, നമ്മളുടെ കയ്യിൽ നമ്മൾ XYZ എന്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിന് വേണ്ട പ്രോപ്പർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനകത്തേക്ക് പോവുള്ളൂ. അതൊരു പോയിന്റിൽ ഓക്കെ ബിഗ് ലോസ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ്സിന് അവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത പരിപാടി ചെയ്യും, മൂവ് ഓൺ ചെയ്യും. ബട്ട് ട്രേഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ റീഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മൾ എന്തൊരു ബിസിനസ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒരു ടൈം കൊടുക്കും, ആ ബിസിനസ്സിനെ ആളുകളൊന്ന് അറിയാനായിട്ടുള്ള ടൈം. ലെറ്റ്സ് നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ മാസം മുതൽ ബ്രേക്ക് ഈവൻ എന്നുള്ള ലെവൽ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ മാസം മുതൽ ബ്രേക്ക് ഈവൻ എന്നുള്ള ലെവൽ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. ആ റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിലും ആളുകൾ അറിയണം. അതിനുശേഷം ആഫ്റ്റർ എ ഇയർ ബ്രേക്ക് ഈവനിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റിലേക്ക് പോവുക. ബട്ട് വെൻ കംസ് ടു സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ന് പൈസ ഇട്ടാൽ വൈകുന്നേരമാകുമ്പം ഇരട്ടിയാക്കണം. ഇല്ല, അതിന് ഇൻഫ്ലുവൻസിന് ഒരുപാട് പങ്കുണ്ട്. ഞാൻ ഒരു സംശയമില്ലാതെ ഞാൻ പറഞ്ഞുതരാം, ഇൻഫ്ലുവൻസിന് ഒരുപാട് പങ്കുണ്ട്. ബട്ട് എനിക്കതിൽ പങ്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും എവിടെയും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റുകൾ തരാറില്ല. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണെന്നുള്ളത് ഞാൻ ഒരിക്കലും പറയാറില്ല. ഞാൻ ചെയ്യുന്ന അതേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത ആളെ വിളിച്ച് കയറ്റുന്ന പരിപാടികൾ ഞാൻ ചെയ്യാറില്ല. എൻ്റെ ക്ലാസ് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം വെച്ചിട്ട് ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസ് ഇൻസ്റ്റാഗ്രാമിലോ ടെലഗ്രാമിലോ ഒരു പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലോ ഒരു പ്ലാറ്റ്ഫോമിലും ഞാൻ തരാറില്ല. ആ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഒരു കണക്കിന് ഈ പറഞ്ഞ അവസ്ഥകളിലേക്കൊക്കെ ആളുകളെ തള്ളിവിടുന്നത്. കാരണം ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്, എന്ത് മാങ്ങാത്തൊലി ചെയ്യുമെന്നാണ് പറയുന്നത്, സ്ട്രാറ്റജി പഠിപ്പിച്ചുകൊണ്ട് എന്താവുന്നതായി പറയുന്നത്. ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് സ്ട്രാറ്റജി വർക്കാവുന്നത് വരെ അടങ്ങിയിരിക്കാൻ അവന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിപ്പിച്ച സ്ട്രാറ്റജി വെച്ചിട്ട് അവന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആളുകളും ഇന്ന് പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആവണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോലും പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അനിയനെ ആദ്യം ട്രേഡിംഗ് പഠിപ്പിക്കും. അവൻ ദുബായിൽ വർക്ക് ചെയ്യുക, അവനെ ഞാൻ ആദ്യം ട്രേഡറാക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിനെ ട്രേഡറാക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ ട്രേഡറാക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ പഞ്ചായത്തിലുള്ള കംപ്ലീറ്റ് ആളുകൾ ട്രേഡറാക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ താലൂക്കിലുള്ള കംപ്ലീറ്റ് ആളുകൾ ട്രേഡറാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇലക്ഷന് നിൽക്കും, MLA യോ MP ഒക്കെ ആയിട്ട് വെറുതെ ഇരുന്ന് നാട്ടുകാരെ പറ്റിച്ച് തിന്നു. എനിക്കത് ചെയ്താൽ പോരെ? ഈ പണി ഞാൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലും ട്രേഡിങ്ങിലേക്ക് ഇന്ന് വരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ചെയ്യുന്നത് പോലെ അവരെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്.
ഇപ്പം ഞാൻ ലെവൽസ് തരുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട് ഓക്കെ 70% ആക്യുറസി ഉണ്ട്, 75% ആക്യുറസി ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ 2-3 വർഷത്തെ ഡാറ്റയുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞതിന് ആക്യുറസി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ബട്ട് എനിക്കറിയാം ആ ലെവൽസ് ഞാൻ അവിടെ തന്നാൽ പോലും ആ ലെവൽസിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകളുണ്ടെന്നുള്ളത്. കാരണം ലോസ് ആകുമ്പം ആ ലോസ് ആവുന്നത് വരെ കാത്തിരിക്കും, പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ സ്പോട്ടിൽ കട്ട് ചെയ്ത് ഇറങ്ങി പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി ലെവൽസ് അപ്ഡേറ്റ് ചെയ്യണം 40-45 ആ ഒരു സമയം 9-40-45 ഒക്കെ ആകുമ്പോഴേക്കാണ്. എനിക്ക് 9-16 വിറവൽ വരുന്ന അസുഖമില്ല, ഉണ്ടായിരുന്നു, ആദ്യം മാറ്റിയിട്ടുണ്ട്. അതിന് മുമ്പേ ട്രേഡ് എടുത്ത ആവശ്യത്തിനുള്ള ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ട്രേഡ് എടുക്കാൻ ക്യാപിറ്റൽ ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് പഞ്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. സോ ഇതാണ് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസേഴ്സിന് നല്ല രീതിയിലുള്ള പങ്കുണ്ട്. ആദ്യമേ നിങ്ങൾ എന്നെ കേൾക്കുന്ന, എനിക്കറിയാം ഇൻഫ്ലുവൻസേഴ്സ് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. സോ അങ്ങനെ കേൾക്കുന്നവരടുത്താണ് പറയുന്നത്, നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ആളുകളെ ആവശ്യമില്ലാത്ത പ്രോമിസസ് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് വലിച്ചിടരുത്. കാരണം ഇതിൻ്റെ ബ്രൂട്ടൽ റിയാലിറ്റികൾ നിങ്ങളെ മേ ബി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് നിങ്ങളെ മേ ബി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് എന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ ആത്മഹത്യ അല്ലാണ്ട് മുമ്പിൽ ഒരു വഴിയില്ല എന്നുള്ളത്. സോ സൈക്കോളജി എന്ന് പറയുന്നതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കീ പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ എത്ര തന്നെ പ്രോപ്പറായിട്ട് വർക്കാവുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഞാൻ എത്ര തന്നെ പ്രോപ്പറായിട്ട് വർക്കാവുന്ന സെറ്റപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങളെ കൊണ്ടത് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സൈക്കോളജി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള സൈക്കോളജി ഉണ്ട്. എൻ്റെ സൈക്കോളജി പ്രകാരം എൻ്റെ ട്രേഡ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. വൺസ് ട്രേഡ് വന്നു കഴിഞ്ഞാൽ ഒരു ലോസ് ആണെന്നുണ്ടെങ്കിൽ പടച്ചവനാണ്, എൻ്റെ മോനാണ് സത്യം ഞാൻ പറഞ്ഞുതരാം, രണ്ടാമത്തെ ഒരു ട്രേഡ് എടുക്കാനായിട്ട് എനിക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടാവാറില്ല. എൻ്റെ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ആ ട്രേഡ് മതി, എനിക്ക് ആ ഒരു ലോസ് മതി എന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാക്കി വെച്ചേക്കണേ. അത് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഡിസിപ്ലിൻ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. മേ ബി രണ്ടാമത്തെ ട്രേഡിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നു. ഫസ്റ്റത്തെ ട്രേഡ് എന്ന് പറയുന്നത് മിനിമം ലോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. ബട്ട് മേ ബി രണ്ടാമത്തെ ട്രേഡിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുള്ള ട്രേഡുകളായിരിക്കും. ഞാൻ റിവേഴ്സിൽ പറയുന്ന പോയിന്റുകളിലൊക്കെ 90% സ്ഥലങ്ങളിലും മാർക്കറ്റ് റിവേഴ്സ് ആവാറുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് പോയി ബാക്ക് ടെസ്റ്റ് നോക്കിയാൽ മതി. ബട്ട് എന്നിട്ട് പോലും ഞാൻ അവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഞാനത് ചെയ്യും, മറ്റന്നാളും ഞാനത് ചെയ്യും, അതിൻ്റെ പിറ്റന്നാളും ഞാനത് ചെയ്യും. പിന്നെ എനിക്കതൊരു ഹാബിറ്റായിട്ട് വരും. ഈ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയ എന്നാണെന്നറിയോ? എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്, ആളുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, എസ്പെഷ്യലി മലയാളിയല്ല ടു ബി ഫ്രാങ്ക്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, പുള്ളി പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു വാക്കുണ്ട്. സോ അദ്ദേഹം 150 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചേഴ്സിലാണ് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 150 പോയിൻറ്റ്സിന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 148 റിവേഴ്സായി. 148 റിവേഴ്സായിട്ട് കോസ്റ്റ് എസ് എൽ ഹിറ്റായി. അപ്പോൾ ഞാൻ ആ ലൈവ് ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, സാർ എന്തുകൊണ്ട് ഈ 2 പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് ഈ 148 പോയിൻറ്റ്സിനെ കളഞ്ഞു എന്ന് അയാളടുത്ത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പോയിൻറ്റിലേക്ക് എത്താനായിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ 2 പോയിൻറ്റിനെ ഞാൻ താഴത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് എൻ്റെ എസ് എല്ലിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ടാർഗറ്റിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നാളെ ഒരു 10 പോയിൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു തുടങ്ങും. മറ്റന്നാൾ ചിലപ്പോൾ 15 മാറും, മറ്റന്നാൾ അതിൻ്റെ പിറ്റേ ദിവസം 20 മാറും, അതിൻ്റെ പിറ്റേ ദിവസം താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ എനിക്കതൊരു ഹാബിറ്റായിട്ട് മാറും. എപ്പം മാർക്കറ്റ് തിരിയുന്നു എന്ന് തോന്നുന്നു ആ പോയിന്റിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് എൻ്റെ ട്രേഡിങ് പോവും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ. എനിക്കെൻ്റെ റൂളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്നും മനസ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രേഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രേഡിലേക്ക് എനിക്ക് വലിയ മൂഡ് വരാറില്ല, ഞാൻ അങ്ങോട്ട് പോവാറില്ല. മാക്സിമം 2 ട്രേഡ്, അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുവരെ ഇൻ ദ സെൻസ് ലെറ്റ്സ് സേ ഒരു വർഷത്തിനിടയിൽ എനിക്ക് പഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. സോ മേ ബി 3 ട്രേഡ് ഉണ്ടാവും, മേ ബി. അതന്നെ ഒറ്റ ട്രേഡോ ഒരു വർഷത്തിനിടയ്ക്ക് 1-2 ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലാതെ എനിക്ക് ട്രേഡുകൾ വരാറില്ല, ഞാൻ ചെയ്യാറില്ല. അതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനത് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് റീഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്റ്റഡിയിലേക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഞാൻ കൊടുക്കാറുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ റീഡിങ്, അതുപോലെ തന്നെ മൂവീസ് വാച്ച് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറക്സിൽ ഞാൻ ഒന്നുകൂടി ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എൻ്റെ സെഷൻ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ആൻഡ് അതിന് മുമ്പ് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും.
ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സൈക്കോളജിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പോയിൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുക. നിങ്ങൾ സ്ട്രാറ്റജീനെ വിട്ടേക്കുക. സ്ട്രാറ്റജി അല്ല നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. നിങ്ങളുടെ സൈക്കോളജിയിൽ എന്താണ് നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ട്രേഡിങ് എന്നുള്ളതാണ്. ഈ ഓവർ ട്രേഡിങ്ങിനും ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ഈ ഓവർ ട്രേഡിംഗ് ഒക്കെ ആളുകളിലേക്ക് ഉണ്ടാക്കി തരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട ആൾക്കാർ മാത്രമാണ് കേട്ടോ. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു സ്കാമാക്കി വെച്ചേക്കുകയാണ്. നിങ്ങൾ സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ഓടാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 1 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ഓടാൻ പോണേ? നിങ്ങൾക്ക് 4 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 1 മീറ്റർ കൊണ്ട് ഈ 100 മീറ്റർ കവർ ചെയ്യാൻ പോകണേ? അതിനകത്ത് ലോജിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് ഒരു ട്രേഡ് സക്സസ് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 1/2 മിനിറ്റ് കൊണ്ട് ഈ ട്രേഡിനെ സക്സസ് ആക്കണേ? ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ലോകത്ത് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. വാറൻ ബഫറ്റ് അടക്കമുള്ള ആളുകൾ ഇൻവെസ്റ്റേഴ്സാണ് അവർ. ഈ ലോകത്തുള്ള സമ്പാദിക്കുന്ന ധനികന്മാരായിട്ടുള്ള കംപ്ലീറ്റ് ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും തന്നെ ട്രേഡിങ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അവരെല്ലാവരും തന്നെ ഇൻവെസ്റ്റേഴ്സാണ്. ഒരു രീതിയിലല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. രണ്ടാമത് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡേഴ്സാണ്. ഇന്നെടുത്തു 6 മാസം കഴിഞ്ഞിട്ട് സെല്ല് ചെയ്തു, ഇന്നെടുത്തു 3 മാസം കഴിഞ്ഞിട്ട് സെല്ല് ചെയ്തു, ഇന്നെടുത്തു 1 വർഷം കഴിഞ്ഞിട്ട് സെല്ല് ചെയ്തു. ആ ആളുകളാണ് രണ്ടാമത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റിയാലിറ്റി ആട്ടോ, അതിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാണ്. മൂന്നാമത് ചെറുതായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? ഓപ്ഷൻ സെല്ലേഴ്സാണ്. ആൻഡ് നാലാമത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡേഴ്സാണ്. ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ടൈം പീരീഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. രാവിലെ എടുത്തു വൈകുന്നേരം വരെയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് വൈകുന്നേരം വരെയൊക്കെ ഇരുന്നിട്ട് സെല്ല് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നാലാമതായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അഞ്ചാമതായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് 110% എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും, ബിലോ 10% ആളുകൾ മാത്രമേ അതിനകത്ത് വിജയിക്കുന്നുള്ളൂ. ആ ആളുകൾ എന്ന് പറയുന്നതാണ് സ്കാൽപ്പേഴ്സ്. അവരുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്ന് പറഞ്ഞാൽ വെറും 10% മാത്രമാണ്. ഇതിൻ്റെ ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അതിൽ സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 10% എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എൻ്റെ അതിനകത്തേക്ക് കുതിര കയറാൻ വരണ്ട. കാരണം സ്കാൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ട്രേഡർ ആവണം, ആദ്യം ഒരു ഇൻട്രാഡേ ട്രേഡർ ആവണം. എവിടുന്ന് ഒരു മൊമെൻറ്റം ഉണ്ടാവുന്നു എന്ന് വായിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പോയിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കിയേ. ഓവർ ട്രേഡ് വന്നിട്ടല്ലേ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുള്ളത്. സോ ഈ ഓവർ ട്രേഡ് എന്ന് പറയുന്നത് തന്നെ വരുന്നത് എവിടുന്നാണ്? ഈ സ്കാൽപ്പിംഗ് എന്നുള്ള ചിന്ത തലയിൽ കയറുന്നതുകൊണ്ടാണ്. ഇവിടെ കയറി ഇവിടെ വിട്ടാൽ എനിക്ക് ഇത്ര കിട്ടുമല്ലോ, അവിടെ കയറി ഇവിടെ വിട്ടാൽ എനിക്ക് ഇത്ര കിട്ടുമല്ലോ, എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും മൂവ് ചെയ്യുമല്ലോ, ഈ ചിന്ത കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ നടക്കം പറഞ്ഞിട്ടുള്ളതാണ്, ഓവർ ട്രേഡിങ് അസുഖമാണ്. സ്കാൽപ്പിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സ്കാൽപ്പിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തിക്കോളുക. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു അപകടത്തിലേക്കാണ്. ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ്, അതൊരു സ്കാമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആരെയൊക്കെയോ, അതല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ നോ ടൈമോ പൈസ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാനായിട്ട്, അവരുടെ സ്വന്തം ഗീശ വീർപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുമളയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. സ്കാൽപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കർ എഗെയിൻ ആൻഡ് എഗെയിൻ കോടീശ്വരനാവുമെന്നല്ലാണ്ട് നിങ്ങൾ കോടീശ്വരനാവില്ല. ആദ്യം മനസ്സിലാക്കുക. 4 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ഓടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഓടാൻ കഴിയില്ല. റിയാലിറ്റിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇനി അടുത്ത പോയിൻ്റാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നിങ്ങൾ എന്തിനാണ് ഈ മാർക്കറ്റ് നിങ്ങളെ കൂട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ ബേജാറാവണേ? എനിക്കിത് പറഞ്ഞു തരാനേ നിങ്ങളടുത്ത് പറ്റുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് കണക്റ്റ് ആവുന്ന ഉദാഹരണം വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ലെറ്റ്സ് അസ്യൂം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആഘോഷമോ കാര്യങ്ങളോ വന്നു, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രാജഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതല്ലാന്നുണ്ടെങ്കിൽ ഈവെന്തോ നിങ്ങൾക്ക് നല്ലൊരു പനി വന്നു, എണീച്ച് നിൽക്കാൻ പറ്റാത്തൊരു പനി വന്നു, നിങ്ങൾക്ക് അന്ന് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിറ്റത്തെ ദിവസം വന്ന് നോക്കിയിട്ട്
നിങ്ങൾ സങ്കടപ്പെടാറുണ്ടോ? ഇന്നലെ എനിക്ക് പനിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കയറിയിട്ട് അവിടെ ഇറങ്ങാമായിരുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാറുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാറുണ്ടോ? മേ ബി നിങ്ങൾ നോക്കിയേക്കാം, ചാർട്ടിൽ നോക്കിയിട്ട് ഓക്കെ ഇന്നലെ ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതായിരുന്നേനെ എൻ്റെ ലെവൽ എന്നുള്ള ലെവൽ നിങ്ങൾ നോക്കിയേക്കാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കാറുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? 1, 2, 5, 10? അതിന് മുമ്പേ മാർക്കറ്റ് ഓടുന്നില്ലേ? എനിക്കറിയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 90% ആളുകളും കൊറോണ ട്രേഡേഴ്സാണ്. കൊറോണ ആ സമയത്ത് മാത്രം ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്, അതിന് ശേഷം വന്നിട്ടുള്ള ആളുകളാണ്. കൊറോണയ്ക്ക് മുമ്പും മാർക്കറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ എന്നെങ്കിലും? ആ ട്രേഡൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയ ട്രേഡുകളാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടില്ല അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടില്ല ഇതുവരെ. ബട്ട് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് എന്താ? ഇവിടെ ഞാൻ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് എൻ്റെ കയ്യിൽ നിന്ന് പോവാണ്. പോയിക്കോട്ടെ, ട്രേഡല്ലേ പോകണുള്ളൂ, ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലില്ലേ? ആ ട്രേഡിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ക്യാപിറ്റലും കൂടെ അല്ലേ പോകുന്നേ? അല്ലേ? നിങ്ങളുടേതായിട്ടുള്ള സെറ്റപ്പ് എപ്പോഴാണോ വരുന്നത്, ആ സെറ്റപ്പിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ആ സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ അച്ചടക്കമാണ്, നിങ്ങളുടെ ഡിസിപ്ലിനാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RSI ബിലോ 40 പോകുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചാൽ മാത്രമേ RSIയുടെ ബിലോ ഉണ്ടാകുന്ന മൊമെൻറ്റം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിലോ RSI 40യുടെ മുമ്പ് തിരിച്ച് 50ലേക്കും 60ലേക്കും പോകാന്നേ, ആ ട്രേഡ് നിങ്ങൾ ആവശ്യമില്ലാത്ത ലോസ് ഉണ്ടാക്കി വെക്കും അല്ലേ? സോ ഫോമോ എന്ന് പറയുന്നത് എഗെയിൻ നിങ്ങൾ മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ, നിങ്ങൾ മാത്രം വിചാരിച്ചാലേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ആൻഡ് ഒരു പോയിൻ്റ് ഞാൻ ഓവർ ട്രേഡിൽ പറയാനായിട്ട് വിട്ടുപോയി. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യണം, ഓവർ ട്രേഡിങ് കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ എല്ലാവരുടെ ബ്രോക്കേഴ്സിലും കിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സീറോ കിൽ സ്വിച്ച് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. വൺസ് നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ട്രേഡ്, നമ്പർ ഓഫ് ട്രേഡുകൾ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്തൊന്നും നിങ്ങൾക്കായിട്ടുള്ളത്, 2 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര ലോസ് വന്നു കഴിഞ്ഞാൽ നേരെ പോവുക, കിൽ സ്വിച്ച് അടിക്കുക. വൺസ് നിങ്ങൾ കിൽ സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ട്രേഡിംഗ് അക്കൗണ്ട് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യണം അക്കൗണ്ടിനെ. ബട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? പിറ്റേ ദിവസം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അതിനെ വീണ്ടും ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. സോ കിൽ സ്വിച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവർ ട്രേഡിങ്ങിനെ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഗതിയാണ്. കിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ കിൽ സ്വിച്ച് അടിച്ചിട്ട് അപ്പുറത്തെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട്, ഇപ്പോൾ എല്ലായിടത്തും AMCയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയതുകൊണ്ട് ചറവറ അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പുറത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് സാറിനെ ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കി ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ മക്കളെ ആ ഇരുത്തേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു 1 അല്ലെങ്കിൽ 2 ട്രേഡ് മാത്രമേ വരുള്ളൂ. ഇതിപ്പം പറഞ്ഞു അല്ലെങ്കിൽ ഇത്രയും സമയം പ്രസംഗിച്ചു വെച്ചിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നത് യൂട്യൂബിൽ നിന്ന് എത്രയാണെന്നറിയോ? അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഓഫീസിൻ്റെ വാടക കൊടുക്കാനുള്ള കിട്ടും, പിന്നെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കാരണം മാറ്റങ്ങൾ വരണം. കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പെയിനൊക്കെ. അത് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ മാറ്റം വരേണ്ടത് നിങ്ങളുടെ ലൈഫിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ആൻഡ് അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ടുള്ള പോയിൻറ്റ്, ലാഭം വീട്ടിൽ കൊണ്ടുപോകാൻ മടിയാണെന്നുള്ളതാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് പോളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് നമുക്ക് പിന്നെ ഉറക്കം വരില്ലാന്നേ അല്ലേ? അയ്യോ ഇന്ന് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലോ. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടാൻ പാടില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ശീലം എനിക്കില്ല. പ്രോഫിറ്റും കൊണ്ട് വീട്ടിൽ പോകുന്നൊരു പരിപാടി എനിക്കില്ല. സോ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെ ഒരു സുഖമില്ലായ്മയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ലോസിലേക്ക് കൊണ്ടുപോയി കവർ ചെയ്യണം. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത ട്രേഡ് കൊടുക്കും. ഈ മാർക്കറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മാർക്കറ്റിന് അറിയാം നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതും കൂടി നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബിഗിനേഴ്സായിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാവരും തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത് മാർക്കറ്റ് നമ്മളോട് കളിക്കുന്നൊരു കളിയാണ്. ഏതാ? നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു, ഫസ്റ്റത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസം ട്രേഡ് എടുത്തിട്ട് കണ്ടിന്യൂസ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ലോസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക?
പിന്നെ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകില്ല. മാർക്കറ്റ് കോപ്പാണ്, കുടച്ചക്രമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പാട്ടിന് പോകും. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഇറങ്ങി വരുമ്പോൾ തന്നെ എന്നാ മോനെ എടുത്തോ, എന്നാ മോനെ കൊണ്ടുപോയിക്കോ, എന്നാ മോനെ ഇന്നും കൊണ്ടുപോയിക്കോ, അടുത്ത ദിവസവും കൊണ്ടുപോയിക്കോ, അതിൻ്റെ അപ്പുറത്തെ ദിവസം കൊണ്ടുപോയിക്കോ, ഇതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഫസ്റ്റ് ദിവസം ഒരു ലോസ് ഉണ്ടാക്കി തരും. നിങ്ങൾ ഓക്കെയാണ്, കുഴപ്പമില്ല, 5-6 ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു ലോസ് ഉണ്ടാക്കി തരും. മൂന്നാമത്തെ ദിവസം വീണ്ടും ഒരു പ്രോഫിറ്റ് കാണിക്കും, പ്രതീക്ഷ. നാലാമത്തെ 5-ാമത്തെ ദിവസം വീണ്ടും ഒരു പ്രോഫിറ്റ് കാണിക്കും. 6-ാമത്തെ ദിവസം ഒരു ബിഗ് ലോസ് വരുമ്പോൾ നിങ്ങൾ മറ്റേ ഡയലോഗ് നിങ്ങളോട് തന്നെ പറയും. ഏത്? ബാത്റൂമിലിരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ, അപ്പോഴായിരിക്കും നമ്മളൊന്ന് മൈൻഡൊന്ന് പീസായിട്ടിരിക്കുക. ആ സമയത്ത് മറ്റേ ഡയലോഗ് നിങ്ങളോട് തന്നെ പറയും. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവരാണ് ഈ KK ജോസഫ് എന്ന് പറയും. എന്നിട്ട് പിന്നെ ചട്ടപ്പട്ടാവെന്നും പറഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം പൊട്ടിയ പോലെ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് പണ്ട് ആ കോണിൽ നിന്ന് താഴെ വീണതുപോലെ ഒരു ലോസിങ് സ്ട്രീക്കിൻ്റെ അയ്യൊരു കളിയായിരിക്കും. അക്കൗണ്ടിലുള്ളത് ബ്ലോ. എന്നിട്ട് അക്കൗണ്ടിനെ വീണ്ടും റീചാർജ് ചെയ്യും, സ്ട്രാറ്റജി മാറ്റും. അക്കൗണ്ടിനെ റീചാർജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രാറ്റജി മാറ്റും. അല്ലേ? എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ ഒരു പോയിന്റിൽ ചിരിക്കുന്നുണ്ടാവും എന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്കറിയാം. കാരണം ഈ പണി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ട്രേഡിങ് ആ ഒരു സ്റ്റാർട്ടിങ് മുതലുള്ള ജേണിയിൽ ഞാൻ ഈ കാര്യങ്ങൾ, ആ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് റീഫില്ല് ചെയ്യുന്നതിനനുസരിച്ച്, ഓരോ പ്രാവശ്യം റീഫില്ല് ചെയ്യുന്നതിനനുസരിച്ചും സ്ട്രാറ്റജി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതൊരു ഹാബിറ്റാക്കി അങ്ങോട്ട് എടുക്കും നമ്മൾ. പ്രോഫിറ്റ് കണ്ടാൽ നെഞ്ഞിനുള്ളിൽ ചെറിയൊരു വേദനയാണ്. ലോസ് കണ്ടു കഴിഞ്ഞാൽ സമാധാനം, ഒരു മാറ്റമില്ല. അല്ലേ? ബിഗ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രതിജ്ഞയൊക്കെ സ്വന്തം നെഞ്ഞത്തൊക്കെ കൈവച്ചിട്ട് ഒരു പ്രതിജ്ഞ എടുക്കും. അല്ലെങ്കിൽ സ്വന്തം തലയിൽ കൈവച്ചിട്ട് നാളെ മുതൽ ഞാൻ എൻ്റെ റൂള് തെറ്റിച്ച് കഴിഞ്ഞാൽ എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ, ഒരു പ്രതിജ്ഞ. പിറ്റേ ദിവസം പോയിട്ടാവും എഗെയിൻ പ്രോഫിറ്റ് ഉണ്ടാക്കും, സന്തോഷമായിരിക്കും, ഞാൻ അത് നിർത്തി. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ വന്ന് നോക്കും. ഒരു കോളിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കാണണേ. പൊട്ടിച്ചോ കോള്, ATM എടുത്തോ, വലിയ ക്വാണ്ടിറ്റി എടുത്തോ, എന്തായാലും പ്രോഫിറ്റിലല്ലേ. അടുത്ത് പൊട്ടിച്ചു, ഉണ്ടാക്കിയ ലോസായി. അതുവരെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കണ്ട സങ്കടം അവിടെ മാറിക്കിട്ടി. ഇപ്പം നിൽക്കുന്നത് ചെറിയ ലോസിലാണ്. ചെറിയ ലോസ് നമുക്ക് ശീലമില്ല, വലിയ ലോസിലേക്ക് പോകണം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ട്രേഡിനെ പ്ലാൻ ചെയ്യും. അല്ലേ? ലാഭം വീട്ടിൽ കൊണ്ടുപോകൽ നമുക്കൊരു ഇടങ്ങേറുള്ള പരിപാടിയാണ്. നഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശീലിച്ചിട്ടുള്ള പരിപാടിയാണ്. സോ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലെഡ്ജർ എടുത്ത് നോക്കുക. ഒരു വർഷത്തെ ലെഡ്ജർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വർഷം ട്രേഡ് ചെയ്തതിൻ്റെ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കുക. എനിക്കറിയാം, എന്നെക്കാട്ടിലും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് ബിഗ് ലോസ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ ദിവസവും ഞാൻ പോളിടാറുണ്ട്, ബിഗ് ലോസ് എന്നുള്ളത്. അതിനകത്ത് ഈ ബിഗ് ലോസ് എന്നുള്ളൊരു കോളം മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി സൂപ്പറായിട്ട് മാറും. 360 ഡിഗ്രി ചേഞ്ച് ആവും. നാളെ മുതൽ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾ കിൽസ്വിച്ചിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പഠിക്കുക. രണ്ടാമത്തത്, എന്താണോ ബിഗ് ലോസ് വന്നിട്ടുള്ള ദിവസം, ആ ബിഗ് ലോസ് വന്നിട്ടുള്ള ദിവസം നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടായിരിക്കും ബിഗ് ലോസ് വന്നിട്ടുണ്ടാവുക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓവർ ട്രേഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും. ഈ 2 കാരണം മാത്രമേ ഓവർ ട്രേഡിങ്ങിന് വരുള്ളൂ. അല്ലേ? ഈ 2 കാരണം മാത്രമേ വരുള്ളൂ. ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രേഡ് കൂടും. ഓവർ ട്രേഡ് വന്നു, നമ്പർ ഓഫ് ട്രേഡുകൾ കൂടി, പൊസിഷൻ സൈസിങ് പ്രോപ്പറായില്ല. ഈ 2 മിസ്റ്റേക്കുകൾ മാത്രമേ വരുള്ളൂ ഓവർ ട്രേഡിംഗ് ഉണ്ടാവാനായിട്ട്. ഈ 2 സംഗതി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ബിഗ് ലോസ് എന്നുള്ളതെന്നത് മാറി നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളൊരു ഹാബിറ്റായി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവായിട്ട് ഇരിക്കുന്നുണ്ട്, ട്രേഡ് ചെയ്യാനുണ്ട്. അവിടെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ട്രേഡ് കിട്ടി ആ ട്രേഡിൽ നിർത്തി, ആ ട്രേഡിൽ കഴിഞ്ഞതോടുകൂടി അവരെ കൊണ്ട് കിൽ സ്വിച്ച് അടിപ്പിക്കുന്നതാണ്. എന്നെക്കാട്ടിലും വലിയ ട്രേഡേഴ്സ് അതിനകത്ത് ഉണ്ടാവുന്നത്, ഐ ഡോണ്ട് കെയർ. അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവരെൻ്റെ കൂടെ വന്നിരിക്കുന്നത്. എന്നെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ടാവും. ബട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അവിടെ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരുണ്ടാക്കുന്നുണ്ട്. ബട്ട് ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഒരൊറ്റ ലോസോടുകൂടി പരിപാടി അവസാനിപ്പിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു മന്തിൻ്റെ ആകുമ്പം 1000 ഉറുപ്പിയെങ്കിലും എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ വല്ല പണിക്കും പോയാൽ പോരെ. സോ ലോസ് ഉണ്ടാക്കുന്ന ഹാബിറ്റ് എന്ന് മാറിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും അപ്പുറമാണ്. ആ ഒരു ശീലം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നല്ലൊരു മനുഷ്യനാവും. ഓവർ ട്രേഡിങ് നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഗ്രീഡ്, ആ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറും.
സോ നിങ്ങളെല്ലാം കൊണ്ടും നല്ലൊരു ട്രേഡറാക്കാനായിട്ട് ഈ ലാഭം വീട്ടിൽ കൊണ്ടുവന്ന പരിപാടി. നിങ്ങൾക്ക് കിട്ടുന്നത് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്തോ. നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിറച്ച് വീഴുമെന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഉപദേശം കേട്ടിട്ട് ആരും മരിച്ചു പോകണം എന്നുള്ള ആഗ്രഹക്കാരനല്ല ഞാൻ. സോ നിങ്ങൾക്ക് വിറച്ച് ഞാൻ ഒരു ട്രേഡ് കഴിഞ്ഞിട്ട് അടുത്ത ട്രേഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിറച്ച് ചാവുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്തോ, കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊരു 500 വീട്ടിൽ കൊണ്ടുപോകും, 500 ഞാൻ മാർക്കറ്റിന് കൊടുക്കാൻ റെഡിയാണ് എന്നുള്ള മൈൻഡിലെടുത്തോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 500 പോവുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി കിൽസ് അടിച്ചിട്ട് അവസാനിപ്പിച്ചേക്കേ പരിപാടി. എന്ത് രസം ഉണ്ടാവുമെന്നറിയോ? നമ്മൾ രാവിലെ വന്നു, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഇരിക്കുന്ന സ്റ്റുഡൻസിന് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ട്രേഡ് മാത്രമേ കുറച്ച് ഡ്യൂറേഷൻ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ട്രേഡെല്ലാം തന്നെ 10-15 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ട്രേഡുകളാണ്. ട്രേഡ് എടുത്തു 10 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിച്ചു. പ്രോഫിറ്റ് ഓർ ലോസ് ഹാപ്പി, കഴിഞ്ഞു, കിൽസ് അടിച്ചു, മാറി, മാർക്കറ്റിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഫോറക്സ് ഉണ്ടെന്നേ. സോ ഫോറക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്കൊരു ബാക്കിലേക്ക് ഒരു വലിവായിരിക്കും. എന്തിന് ഫോറക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സിലും പോവാം, ക്രിപ്റ്റോയിലും പോവാം, ഏതിനകത്ത് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യലാണ് ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല സിയും പിയുമായി കുത്തിമറിയലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്പം പോകുന്ന അതേപോലെ പോകുക എന്നല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സോ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പണിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആരും പണിയെടുക്കില്ല. കാരണം ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്കാ സ്കാമാണ്. നിങ്ങളെ 100% റോബോ ട്രേഡിങ്ങിൽ 100% വിന്നിങ് റേഷ്യോ ഉണ്ടാക്കി തരാം, കള്ളത്തരമാണ്. ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് എക്സ്പേർട്ടായിട്ടുള്ള എൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാം, കള്ളത്തരമാണ്. സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള മറ്റേ കുണാണ്ടറാണ് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ട്രേഡറാവും, കള്ളത്തരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒക്കെ കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ ട്രേഡർ ആവുന്നേ. എനിക്ക് എൻ്റെ കുടുംബത്തോടില്ലാത്ത സ്നേഹമൊന്നും നിങ്ങളോട് ഉണ്ടാവില്ല, റിയാലിറ്റി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിനെ മൊത്തം ട്രേഡേഴ്സ് ആക്കൂലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പഞ്ചായത്തിലുള്ള ആൾക്കാരാക്കൂലേ? എൻ്റെ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരാക്കൂലേ? എന്നിട്ട് ഞാൻ അവിടെ ജനപ്രതിനിധിയായിട്ട് വെറുതെ നാട്ടുകാരെ പറ്റിച്ചിട്ട് റോട്ടിൽ തിരിയുന്നിടത്തും മറിയുന്നിടത്തൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട് നടക്കൂലേ? നല്ല രസമുള്ള പരിപാടിയല്ലേ? സോ ആദ്യം ഏതൊക്കെയാണ് ഇതിനകത്ത് സ്കാമുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. എഗെയിൻ നിങ്ങൾക്ക് സമയം കൊടുക്കുക. നിങ്ങൾ സക്സസ്ഫുൾ ആവാനായിട്ടുള്ളൊരു സമയം നിങ്ങൾക്കായിട്ട് കൊടുക്കുക. അതിനുള്ള എഫേർട്ടുകൾ നിങ്ങളിടുക. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച അടക്കം ഏതൊക്കെയോ ക്ലാസ്സുകൾ കേട്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ട്രാറ്റജി ഇൻ ദ സെൻസ് പുതിയ ട്രേഡിംഗ് കൺസെപ്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ICT എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എനിക്ക് 110% അറിയാം, ഞാനത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ടും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ. കാരണം മാർക്കറ്റിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, മാർക്കറ്റിനെ കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളതിന് ടൈം കൊടുക്കുന്നുണ്ടോ, എഫേർട്ട് എടുക്കുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഫ്ലിപ്പ് ചെയ്യാണ്ട് നിങ്ങളതിനെ വിശ്വസിച്ചിട്ട് അതിലെന്താണോ മിസ്റ്റേക്ക് വരുന്നത് അതിനെ മനസ്സിലാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ലെഡ്ജർ എടുത്ത് പരിശോധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എഴുതി ഒപ്പിട്ട് എനിക്ക് തരാൻ പറ്റും, നിങ്ങളൊരു ട്രേഡറാവും. നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് മാത്രമേ ഡ്യൂറേഷനിലെ വ്യത്യാസം വരുള്ളൂ. അത് 6 മാസം കൊണ്ട് ട്രേഡർ ആവണോ 5 വർഷം കൊണ്ട് ട്രേഡർ ആവണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു. ബട്ട് 1 വർഷം കൊണ്ട് ഞാൻ ബ്രേക്ക് ഈവനിലെത്തി, ഇനി എനിക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ചാനലും കൊണ്ടുവരുന്നത്. സോ നിങ്ങൾക്ക് ടൈം കൊടുക്കുക. നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുക. കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കഥകളെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഈ വീഡിയോനൊന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.